Hello everyone, welcome back to the brand new episode of Talks with Gopika. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരേ കാര്യം പല രീതിയിൽ എങ്ങനെ പറയാം എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ എനിക്കറിയില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്താ ചോദിക്കുക? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ച് നമുക്ക് ഉത്തരം എനിക്കറിയില്ല എന്നുള്ളതാണെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സ്ഥിരം യൂസേജാണ് ഐ ഡോണ്ട് നോ, അല്ലേ? ഐ ഡോണ്ട് നോ എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, അല്ലേ? അതിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ട് ഇതെങ്ങനെയൊക്കെ നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് കേൾക്കുന്ന ആളുകൾക്കും മനസ്സിലാവും, ഓക്കെ, ഹി നോസ് സംതിങ് ഓർ ഷീ നോസ് സംതിങ് എന്നുള്ളൊരു ചിന്ത കേൾക്കുന്നവർക്കും വരുന്ന രീതിയിൽ ഒരേ കാര്യത്തെ പല രീതിയിൽ എങ്ങനെ പറയാം, പല രീതിയിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഐ ഡോണ്ട് നോ. ആരെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണ്, ഫോർ എക്സാമ്പിൾ വാട്ട്സ് യുവർ നെയിം ഓർ വാട്ട്സ് ഹിസ് നെയിം ചോദിക്കുക. വാട്ട്സ് ഹിസ് നെയിം, അവൻ്റെ പേരെന്താണ്? അപ്പോൾ നമുക്കറിയില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഐ ഡോണ്ട് നോ. ആൻഡ് വാട്ട്സ് ഹെർ ഫോൺ നമ്പർ, അവളുടെ ഫോൺ നമ്പർ അറിയുമെന്ന് ചോദിക്കുമ്പോൾ വി ക്യാൻ സേ ലൈക്ക് ഐ ഡോണ്ട് നോ. ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്ന, സ്ഥിരമായിട്ട് വരുന്നൊരു ശൈലി എന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ എന്നുള്ളതാണ്. ഇതിന് നമുക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു യൂസേജാണ് ഓർ മറ്റൊരു ഫ്രേസാണ് ഐ ഹാവ് നോ ഐഡിയ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഐ ഹാവ് നോ ഐഡിയ. എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എനിക്കറിയില്ല എന്ന് പറയുന്ന സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ. അതെങ്ങനെയാണ് പറയുക? ഐ ഹാവ് നോ ഐഡിയ. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, വാട്ട്സ് ദ ടൈം നൗ, ഇപ്പോൾ സമയം എത്രയായി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയില്ലെങ്കിൽ ഐ ഡോണ്ട് നോയ്ക്ക് പകരം നിങ്ങൾക്ക് എന്ത് പറയാം? ഐ ഹാവ് നോ ഐഡിയ. ഐ ഡോണ്ട് നോ എന്ന് മാത്രം പറയണമെന്നില്ല, അല്ലേ? ഐ ഹാവ് നോ ഐഡിയ എന്ന് പറയാം. ആൻഡ് വാട്ട്സ് ഹെർ നെയിം, അവളുടെ പേരെന്താണ്? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഐ ഹാവ് നോ ഐഡിയ. എനിക്കറിയില്ല, ഐ ഹാവ് നോ ഐഡിയ. പിന്നെ ചോദിക്കുകയാണ്, വിച്ച് പ്ലേസ് ഇസ് ദിസ്, ഇത് ഏതാണ് സ്ഥലം? വിച്ച് പ്ലേസ് ഇസ് ദിസ് എന്ന് ചോദിച്ചാലും വി ക്യാൻ സേ ലൈക്ക് ഐ ഹാവ് നോ ഐഡിയ. സോ എനിക്കറിയില്ല എന്ന് പറയുന്നതിന് നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങളാണ് ഐ ഡോണ്ട് നോ ആൻഡ് ഐ ഹാവ് നോ ഐഡിയ. മൂന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ഒരു ഫ്രേസാണ് ഐ ആം നോട്ട് ഷുവർ എന്നുള്ളത്. ഐ ആം നോട്ട് ഷുവർ, എനിക്ക് ഉറപ്പില്ല. എനിക്കറിയില്ല എന്ന് പറയുന്ന സെയിം യൂസേജ് തന്നെയാണ് എനിക്ക് ഉറപ്പില്ല എന്ന് പറയുമ്പോഴും വരുന്നത്, അല്ലേ? സോ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈസ് ദിസ് ഷോപ്പ് ഓപ്പൺ ടുഡേ, ഈ ഷോപ്പ് ഇന്ന് ഓപ്പൺ ആണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഐ ആം നോട്ട് ഷുവർ, എനിക്ക് ഉറപ്പില്ല. ചിലപ്പോൾ ആവുമായിരിക്കും, ചിലപ്പോൾ അല്ലായിരിക്കും. എനിക്കറിയില്ല എന്ന് പറയുന്ന സെയിം മീനിങ് തന്നെയാണ് വരുന്നത്, ഐ ആം നോട്ട് ഷുവർ എന്നുള്ളത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈസ് ദിസ് ഹിസ് ബാഗ്, ഇത് അവൻ്റെ ബാഗാണോ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഐ ആം നോട്ട് ഷുവർ. പിന്നെ ചോദിക്കുമ്പോൾ ഈസ് ദിസ് യുവർ ക്ലാസ്, ഇത് നിൻ്റെ ക്ലാസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയാം? ഐ ആം നോട്ട് ഷുവർ. സോ ഇതാണ് മൂന്നാമത്തെ ഫ്രേസ്. എനിക്കറിയില്ല എന്ന് പറയുന്നതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ ഫ്രേസാണ് ഐ ആം നോട്ട് ഷുവർ. നാലാമതായി ഇതേ യൂസേജിൽ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു ഫ്രേസാണ് ഐ വിൽ ഫൈൻഡ് ഔട്ട്. ഐ വിൽ ഫൈൻഡ് ഔട്ട്. ഐ ഡോണ്ട് നോ എന്നുള്ള സെയിം മീനിങ് തന്നെയാണ് ഇതിനും വരുന്നത്. അതായത് ഐ വിൽ ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടെത്താം എന്നുള്ളൊരർത്ഥമാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കറിയില്ല എന്നുള്ളത് തന്നെയല്ലേ? സോ അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഐ ഡോണ്ട് നോ എന്നുള്ളൊരു കാര്യം അതിൽ ഓൾറെഡി ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഞാൻ കണ്ടെത്താം എന്ന് പറയുന്നത്. സോ ഇതുപോലെ എനിക്കറിയില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഐ വിൽ ഫൈൻഡ് ഔട്ട് എന്നുള്ള ഫ്രേസും യൂസ് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ അതിൻ്റെ മുന്നേ ഐ ഡോണ്ട് നോ, ഐ ഹാവ് നോ ഐഡിയ എന്നുള്ളതും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അത് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതിൻ്റെ അർത്ഥം വരുന്നത് എനിക്കറിയില്ല, ഞാൻ കണ്ടെത്താം എന്നുള്ളത് തന്നെയാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിനക്ക് ആ ഫോണിൻ്റെ പാസ്വേഡ് അറിയുമോ? ഡു യു നോ ദ പാസ്വേഡ് ഓഫ് ദ മൊബൈൽ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയാം? ഐ വിൽ ഫൈൻഡ് ഔട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എനിക്കറിയില്ല, പക്ഷേ ഞാൻ കണ്ടെത്താം എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ പറയാം? ഐ ഡോണ്ട് നോ, ഐ വിൽ ഫൈൻഡ് ഔട്ട്. ഡു യു നോ ദ പാസ്വേഡ് ഓഫ് ദ മൊബൈൽ? ഐ ഡോണ്ട് നോ, ഐ വിൽ ഫൈൻഡ് ഔട്ട്. ഇനി ഐ ഡോണ്ട് നോ ഇല്ലെങ്കിലും ഐ വിൽ ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡു യു നോ വെൻ ഇസ് ദ മീറ്റിംഗ്, മീറ്റിംഗ് എപ്പോഴാണെന്ന് നിനക്കറിയോ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഐ വിൽ ഫൈൻഡ് ഔട്ട്. അറിയില്ല, ഞാൻ കണ്ടെത്താം, ഐ വിൽ ഫൈൻഡ് ഔട്ട്. സോ അറിയില്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നാലാമത്തെ യൂസേജ്, നാലാമത്തെ ഫ്രേസാണ് ഐ വിൽ ഫൈൻഡ് ഔട്ട്. അഞ്ചാമതായി എനിക്കറിയില്ല എന്ന് പറയുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസാണ് ഐ കാൺട്ട് സേ. ഇപ്പോൾ
ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഐ കാൺ സേ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതല്ലേ, ഇതെങ്ങനെ എനിക്കറിയില്ല എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് വരും എന്നുള്ളത്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇത് യൂസേജ് അല്ല, ഇതൊരു ഫ്രേസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ എനിക്കറിയില്ല എന്ന് പറയാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഐ കാൺഡ് സേ എന്നുള്ളത്. എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എനിക്കറിയില്ല എന്നാണല്ലോ. നമുക്കറിയാത്തത് കൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയാത്തത്. സോ നമുക്ക് എന്ത് പറയാം? ഐ കാൺ സേ. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, വിൽ ഇറ്റ് റെയിൻ ടുഡേ? ഇന്ന് മഴ പെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഐ കാൺ സേ. എനിക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താ? എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല, അതായത് ഐ കാൺ സേ എന്നുള്ളതും എനിക്കറിയില്ല എന്നുള്ളതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസാണ്. ഓക്കെ, ഇനി വേറെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വിൽ ഹീ കം ടുമോറോ? അവൻ നാളെ വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഐ കാൺ സേ. എനിക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താ? എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. സോ നമ്മുടെ അഞ്ചാമത്തെ ഫ്രേസാണ്, എനിക്കറിയില്ല എന്നുള്ളതിനുള്ള അഞ്ചാമത്തെ ഫ്രേസാണ് ഐ കാൺഡ് സേ. ഇപ്പോൾ എനിക്കറിയില്ല എന്നുള്ളത് 5 രീതിയിൽ നിങ്ങൾ പറയാൻ പഠിച്ചു അല്ലേ? 5 രീതിയിൽ എനിക്കറിയില്ല എന്നുള്ളത് നമ്മൾ പറയാൻ പഠിച്ചു. സോ റിമെമ്പർ, ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചു വെച്ച വഴി തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോകണം എന്നുള്ള യാതൊരു നിർബന്ധവും. അതിന് പകരവും നമുക്ക് ഒരുപാട് ഫ്രേസസും വേർഡ്സും ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഡെയിലി ഒരു 10 മിനിറ്റിൻ്റെ ക്ലാസ്, 10 മിനിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ക്ലാസ്സാണ് ഞാനിവിടെ അറേഞ്ച് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്കിതിൽ കൂടുതൽ സമയം ക്ലാസ്സസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അതിനനുസരിച്ച് നമ്മൾ ക്ലാസ്സിൻ്റെ ടൈം കൂട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് എനേബിൾ ദ bell icon also. Thank you so much.